എന്തെങ്കിലും കാരണവശാൽ മ്യൂസിക്കിനെ കൊണ്ട് നിലനിൽക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് സോഫ്റ്റ്വെയർ ഫീൽഡിലേക്ക് പോവാം. പക്ഷേ സോഫ്റ്റ്വെയറിന്റെ ഒരു കാര്യം കൂടി ചോദിക്കില്ലേ, എനിക്ക് ABCD അറിയില്ല. സന്തോഷത്തിന്റെ തിരമാലകളിൽ ഒഴുകി ഒഴുകി ഞാൻ ഉള്ളിൽ കയറി അവിടെ I found a love for me, darling, just dive right in, follow my lead. I found a girl. ഒരു കുട്ടീനെ അടിച്ചോ ചീത്ത പറഞ്ഞുകൊണ്ടോ എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റില്ല, കാരണം അതെനിക്ക് എന്നെ ഓർമ്മ വരും. ഇതൊന്നും പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ലടോ, എവിടെ എത്താൻ പോകുന്നില്ല. റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഫേസ്, അല്ലെങ്കിൽ ഞാൻ അവിടെ ഉള്ളപ്പോ I will not give you this time. തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി, തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി, ഒരുങ്ങി ഹൃദയങ്ങൾ അണിഞ്ഞൊരുങ്ങി. യെസ് ടിൻഡിസൺ മീറ്റ് ദ ആർട്ടിസ്റ്റിൽ ഇന്ന് തിരുവോണം സ്പെഷ്യൽ എപ്പിസോഡിൽ നമ്മുടെ കൂടെ ഉള്ളത് ദ വെരി ടാലന്റഡ് ശ്വേത. നമസ്കാരം ശ്വേത, വെൽക്കം ടു ദ ഷോ. താങ്ക് യു സോ മച്ച്. എന്താണ് വിശേഷം? ഓണപ്പാട്ടിലാണ് തുടങ്ങി. ഓണം എവിടെ വരെയായി? ഓണം ആക്ച്വലി എവിടെ വരെ ആയില്ല, എനിക്ക് വീട്ടിലെത്തണം. എൻ്റെ പയന്തോങ്ങിൽ എൻ്റെ വീട്ടിലെത്തിക്കഴിഞ്ഞാലാണ് പൂക്കളം, സദ്യ അതൊക്കെ ഉണ്ടാവുള്ളൂ. വടകരക്കാരിയാണ്. വടകരക്കാരത്തി. വടകര വടകരയില് പയന്തോങ്ങുന്നാ ഞാൻ വരുന്നത്. അവിടെയാണ് വരുന്നത് അല്ലേ? ഞാൻ കോഴിക്കോടുകാരനാണ്, അപ്പൊ എനിക്ക് കുറച്ചുകൂടി ആ ഭാഷ റിലേറ്റ് ചെയ്യാൻ പറ്റും, മനസ്സിലാവും. നാട്ടുകാര്, നമ്മളൊരു നാട്ടുകാരും അയൽക്കാരുമാണ്. ഈ മ്യൂസിക് എന്ന് പറയുന്നത് ശരിക്കും നമ്മള് വളരെ കൊച്ചിലെ കണ്ടുപിടിച്ച് അത് മോൾഡ് ചെയ്ത് അല്ലെങ്കിൽ അങ്ങനെ ഷാർപ്പൻ ചെയ്തെടുക്കേണ്ട ഒരു കലയാണ്. അപ്പൊ ശ്വേതയിലെ മ്യൂസീഷ്യൻസിനെ അല്ലെങ്കിൽ മ്യൂസീഷ്യനെ കണ്ടുപിടിച്ച ആളാരായിരിക്കും? എന്റെ പാരന്റ്സിന് എന്താന്നറിയില്ല, ഞങ്ങൾക്ക് 3 പേർക്കും പാടാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഞങ്ങളെ 3 പേരെ 3 വിധത്തിലാക്കി എടുക്കണം എന്ന് വിചാരിച്ചു. ഒരാളെ ഡാൻസർ, ഒരാളെ പാട്ടുകാരി, ഒരാളെ അറിയില്ല അവർക്ക് എന്തോ ആക്കി എടുക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെ 2 ആള്, എന്റെ അനിയനും ഞാനുമാണ് മ്യൂസിക് ഫീൽഡിലേക്ക് വന്നത്. ചേച്ചി എന്തോ ലിറിക്സ് ചേച്ചി എഴുതും, പക്ഷെ ഒരുപാട് അങ്ങനെ നല്ല യൂഷ്വലായിട്ട് അങ്ങനെ എഴുതില്ല. ഞങ്ങൾ എന്തെങ്കിലും പാട്ടൊക്കെ ഉണ്ടെങ്കിൽ എഴുതും. ഇപ്പൊ പേരൻസ് ആണ് ഇപ്പൊ ടാലന്റ് കണ്ടുപിടിച്ചെന്ന് പറഞ്ഞു. ഏത് പ്രായത്തിലാണ് മ്യൂസിക് പഠിച്ചു തുടങ്ങുന്നത്? ഞാൻ പഠിച്ചു തുടങ്ങുന്നത് ഒരു 5-6 വയസ്സിലാണ് പഠിച്ചു തുടങ്ങുന്നത്. പക്ഷെ അതിനേക്കാൾ ഒഫീഷ്യലി ഒരു സാറിന്റെ അടുത്ത് പോയിട്ട് അങ്ങനെയാണ് പഠിക്കുന്നത്. അതിന് മുമ്പേ ഓർമ്മ വെക്കുമ്പോഴേ അമ്മ ഇങ്ങനെ പാട്ട് പഠിക്കും. പിന്നെ അച്ഛന് ബൈക്കുണ്ട്. അച്ഛന് അതായത് ജനിച്ചപ്പോൾ മുതൽ അച്ഛന്റെ പിന്നിൽ ഇങ്ങനെ പോകുന്നതാണ് നമ്മളൊരു ശീലം. പിന്നെയാണ് വേറെ വാഹനങ്ങളിലേക്കൊക്കെ മാറിയത്. അപ്പോൾ ബൈക്കില് ഞാൻ ഏറ്റവും മുന്നില്, അച്ഛൻ ഇപ്പുറത്ത്, എന്റെ ഏച്ചി അതിന്റെ ബാക്കിൽ അമ്മ, അങ്ങനെ നമ്മൾ ഇരിക്കും. അപ്പൊ മുന്നിലിരുന്നിട്ട് അച്ഛൻ എന്നെ കൊണ്ടിങ്ങനെ പാട്ട് പഠിക്കും. പണ്ടത്തെ പൊന്നേ പൊന്നും ബിലി, അങ്ങനത്തെ പാട്ടൊക്കെ ഇല്ലേ, അതിങ്ങനെ പാടിക്കും. അതും രാത്രിയായിരിക്കും. ഈ ഓരോ പ്രാണി ഇങ്ങനെ വന്ന് തട്ടുന്നതൊക്കെ ഇപ്പോഴും മനസ്സിലുണ്ട്. അങ്ങനെ അപ്പം മുതലേ പാട്ട് പാടുന്നുണ്ട്. കിഡ്, ഒരു കുട്ടി എന്ന നിലയിൽ ഏത് പ്രായത്തിലായിരിക്കും മ്യൂസിക് എന്റെ വഴിയാണ്? അപ്പൊ നമ്മൾ കുട്ടിക്കാലാകുമ്പോ ഡെയിലി മോർണിംഗ് റൊട്ടീൻ ഒക്കെ ഉണ്ടാവുമല്ലോ, അപ്പൊ പ്രാക്ടീസ് ചെയ്യണം, മടിയൊക്കെ ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ ഏത് പ്രായത്തിലായിരുന്നു ഇതിനൊന്ന് സീരിയസ് ആയിട്ട് ശ്വേത കണ്ടു തുടങ്ങി? ഞാൻ കുട്ടിയായിരുന്നപ്പോഴല്ല എനിക്ക് ഐഡിയ വന്നത്. എന്റെ 25-ാമത്തെ വയസ്സിലാണ് എനിക്ക് മ്യൂസിക്കിനെ കൊണ്ടേ എന്തും പറ്റുമെന്ന് മനസ്സിലായത്. അതിന് മുമ്പേ ട്രൈ ചെയ്യാത്ത വഴികളില്ല. എന്തൊക്കെയോ ഞാൻ, അതിന് പല പല കാരണങ്ങളുണ്ട്. പറഞ്ഞു വരുന്നാണെങ്കിൽ ഈ ഇന്റർവ്യൂ മതിയാകുന്നത്. പിന്നെ മടീന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ 6-ാമത്തെ വയസ്സിലാണ് പഠിക്കാൻ തുടങ്ങിയത്. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. രാവിലെ വൈകുന്നേരമാണ് ക്ലാസ്സിന് പോയത്. മോഹനൻ എന്ന് പറഞ്ഞ സാറിന്റെ അടുത്ത് ക്ലാസ്സിന് പോയി. പിന്നെ അവിടെ വന്ന് വൈകുന്നേരം വന്നു. പിറ്റേന്ന് രാവിലെ എണീക്കുമ്പോൾ മുതൽ എന്നെ അമ്മ വിളിക്കുന്നുണ്ട്, എണീക്ക് പാട്ട് പ്രാക്ടീസ് ചെയ്ത് പഠിപ്പിച്ചത്. അന്ന് മുതലേ എനിക്ക് ഉറങ്ങണം. ഈ ഒരു മടി ഇന്ന് വരെ ഉണ്ട്. എന്നിട്ടും പ്രാക്ടീസ് മുടങ്ങാതെ കൊണ്ടുപോകുന്നുണ്ട്. പ്രാക്ടീസ്
ഞാൻ ചെയ്തില്ലെങ്കിലും എന്റെ അമ്മയും അച്ഛനും അടിച്ച് ചെയ്യിപ്പിക്കുന്നു. അടി ഇൻ ദ സെൻസ് നല്ലതിന് വേണ്ടിയിട്ടില്ല. അത് ആ ഒരു അടിയും ചീത്തയൊക്കെ ഇപ്പൊ എത്രത്തോളം എന്റെ ലൈഫിൽ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് എന്ന് ഞാൻ ആലോചിക്കും. ഈ 25 വയസ്സിലാണോ ശരിക്കും മ്യൂസിക് ആണ് എന്റെ പ്രൊഫഷൻ എന്നുള്ളത് റിയലൈസ് ചെയ്യുന്നത്? അതുവരെ എന്തായിരുന്നു അപ്പൊ മനസ്സിൽ? ലൈക്ക് ഇതിന്റെ റീസൺ എന്താ വെച്ചാ ഞാൻ പഠിക്കൂല. പഠിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാ കണക്കില് 0 മാർക്ക്, 5 മാർക്ക്, 8 മാർക്ക് ഇതൊക്കെ ആയിരുന്നു. പിന്നെ ഫിസിക്സും കെമിസ്ട്രിയും പറയണ്ട. എന്റെ ക്ലാസ്സില് എന്റെ കൂടെ ഈ ഗാനമേള, വൃന്ദാവാദി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഐറ്റംസ് ഉണ്ടല്ലോ, നമുക്ക് ഗ്രൂപ്പ് ഐറ്റംസ്. അതിൽ എന്റെ ക്ലാസ്സിൽ തന്നെ കുറെ കുട്ടികളുണ്ട്, എന്റെ ഫ്രണ്ട്സിന്. അവരൊക്കെ നന്നായിട്ട് പഠിക്കും, അവർക്ക് ഫുൾ A+. പിന്നെ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, ആവറേജ്, ബിലോ ആവറേജ്, എബവ്. ഞാൻ ആവറേജിലായിരുന്നു. അപ്പൊ അന്ന് മുതൽ എനിക്ക് മാർക്കൊന്നും കിട്ടില്ല. അവര് മ്യൂസിക്കും പഠനവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആൾക്കാരല്ലേ? അവര് നന്നായിട്ട് പഠിക്കുകയും ചെയ്യും, നന്നായിട്ട് ഈ കഴിവുകളൊക്കെ ഉണ്ട്. എനിക്കാണെങ്കിൽ പാട്ട് മാത്രമേ അറിയുള്ളൂ. പാട്ട് പാടാനും കളിക്കാനും എനിക്കറിയാം. അപ്പൊ അങ്ങനെ എന്നോട് എല്ലാരും ഇങ്ങനെ പറയും, എന്താ പാട്ട് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ ആൾക്കാർ ഇങ്ങനെ തമാശയാക്കും. കുറെ ഇങ്ങനെ തമാശയാക്കുമ്പോ എനിക്കത് ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു. പക്ഷെ ആ സമയത്തൊക്കെ അത് പേടിയായിരുന്നു, അത് റിയലൈസ് ചെയ്യാൻ പറ്റുന്നില്ല അത് എന്നെ എത്രത്തോളം ബ്ലോക്ക് ചെയ്യുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ് ഞാൻ ഡിഗ്രീന്റെ ടൈം ആയപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ ഒരു കാരണവശാലും ഞാൻ മ്യൂസിക് പഠിക്കാൻ പോവില്ല. മ്യൂസിക് എന്ന് പറഞ്ഞുള്ള കോഴ്സ്, BA എന്ന് പറഞ്ഞുള്ള കോഴ്സ് ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞു. അപ്പം പിന്നെ ഞാൻ എന്ത് ചെയ്തു വെച്ചാല് BSc ഇലക്ട്രോണിക്സും MSc കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച് സോഫ്റ്റ്വെയർ ഫീൽഡിലേക്ക് പോവാമെന്നുള്ള ഒരു ഇതിലായി. പിന്നെ അത് PG കഴിഞ്ഞ ഉടനെ എനിക്കൊരു കോളേജിൽ, ഞാൻ പഠിപ്പിച്ച സെയിം കോളേജിൽ ഒരു 6 monthsന് ഗസ്റ്റ് ലെക്ചറർ ആയിട്ട് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പൊ അത് കിട്ടിയല്ലോ, അപ്പൊ പിന്നെ ഞാൻ അത് കണ്ടിന്യൂ ചെയ്തു. അപ്പൊ അത് വോയിസിന്റെ പ്രശ്നമായി. അങ്ങനെ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുള്ള കുറച്ച് സമയത്തൂടെ പോയി. ലാസ്റ്റ് സരിഗമപ്പ എന്ന് പറഞ്ഞിട്ടുള്ള റിയാലിറ്റി ഷോ, അതില് ഒരു ഓപ്പർച്യൂണിറ്റി വന്നപ്പോൾ അന്ന് ഞാൻ രാജിവെച്ചു, എൻ്റെ ജോലിയൊക്കെ വിട്ട്. ഇനി അങ്ങോട്ട് മ്യൂസിക് മാത്രമേ ഉള്ളൂ. എന്താണ് വരാൻ പോകുന്നത്, എങ്ങനെ ഞാൻ ഏൺ ചെയ്യും, എങ്ങനെ നിലനിൽക്കുന്നൊന്നും എനിക്കറിയില്ല. എന്തോ ഒരു വിശ്വാസത്തിന്റെ മേലെ അങ്ങോട്ട് പോയി. പേരൻസ് 25 വയസ്സ് വരെ ശ്വേത അതിന് അത്ര സീരിയസ് ആയിട്ട് കണ്ടില്ല എന്നാ പറഞ്ഞത്. അപ്പൊ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയ്ക്കും ഭയങ്കര ആഗ്രഹമായിരുന്നു പാട്ടുകാരി ആക്കണം. അപ്പൊ അവരുടെ റെസ്പോൺസ് എന്തായിരുന്നു? അവരുടെ റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പാട്ട് എപ്പോഴും വേണം, പക്ഷെ കുറെ ദൂര സ്ഥലങ്ങളിലേക്കൊക്കെ വിടാൻ ഇച്ചിരി പേടിയുണ്ടായിരുന്നു. പെൺകുട്ടിയല്ല, ആൺകുട്ടിയായിരുന്നെങ്കിൽ ഞാൻ പല സമയത്തും ആലോചിച്ചു പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ഇതുള്ളത് കൊണ്ട് ഭയങ്കര ശ്രദ്ധിച്ചിട്ടേ വിടുള്ളൂ. അപ്പൊ അത് അവരെ സംബന്ധിച്ചിടത്തോളം അവരെ മോളുടെ സുരക്ഷ. പക്ഷെ അത് എന്താ പറയാ, അത് സരിഗമപ്പ വരെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു അങ്ങനെ ദൂരെ ഒന്നും പോയി നിൽക്കണ്ട എന്നുള്ളത്. ഇത് പിന്നെ എറണാകുളത്ത് തന്നെ നിൽക്കണം, അതുകൊണ്ട് എറണാകുളത്ത് വന്നു. പിന്നെ എറണാകുളമായി പരിചയപ്പെട്ടപ്പോ അവർക്ക് ധൈര്യം വന്നു. അപ്പൊ അങ്ങനെ പിന്നെ സെറ്റായി. ഈ സ്റ്റുഡിയോസ് അല്ലായിരുന്നു എന്ന് പറഞ്ഞു. ആക്ച്വലി സ്കൂൾ ലൈഫിലൊക്കെ അതിന്റെ എന്തെങ്കിലും മാറ്റി നിർത്തലുകളൊക്കെ ഫേസ് ചെയ്തിട്ടുണ്ടോ? ഇഷ്ടം പോലെ മാറ്റി നിർത്തൽ എന്ന് പറഞ്ഞാൽ, ചില സമയത്ത് നമുക്ക് അധ്യാപകരുടെ അടുത്ത് തന്നെ കിട്ടുമ്പോൾ ഭയങ്കര സങ്കടാവും. സന്തോഷമല്ല, സങ്കടാവും. നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുടെ അടുത്ത് നിന്ന് തന്നെ അവർ ചിലപ്പോ ഒന്നും ചിന്തിച്ചിട്ടായിരിക്കില്ല പറഞ്ഞിട്ടുണ്ടാവുക. ആ 10-12 വയസ്സിൽ അവരെന്താ അങ്ങനെ പറഞ്ഞെന്നുള്ള ചിന്തിക്കാനുള്ളൊരു കഴിവും ഉണ്ടായില്ല. പക്ഷെ ഈ ഇത്രയും വർഷത്തിന് ശേഷം അന്നിങ്ങനെ നടന്നത് ഞാനിങ്ങനെ വിചാരിക്കും, എന്താ എനിക്ക് ഇങ്ങനെ പറ്റിപ്പോയത് എന്നുള്ള ഒരു ചിന്തനം ഉണ്ടാവില്ലേ? അപ്പൊ ഞാനിങ്ങനെ ആലോചിക്കും, അന്ന് ഇങ്ങനെ അയ്യോ അത് എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, അതായത് പാട്ട് മാത്രമേ പറ്റൂ, വേറെ ഒന്നിനും കൊള്ളൂല എന്നുള്ള രീതിയിലൊക്കെ ഉള്ള സംസാരം ഉണ്ടായിട്ടുണ്ട്. അത് ഇന്നവേ അത് ട്രൂ ആണ്, പക്ഷെ അത് വളരെ നല്ല രീതിയിൽ എനിക്ക് വന്ന് ഭവിച്ചിട്ടുണ്ട്. ആ സമയത്ത് അത് മ്യൂസിക്കിനെ ബാധിച്ചിട്ടുണ്ടോ? ശരിക്കും മ്യൂസിക്കിനെ എന്താന്ന് അറിഞ്ഞു, അതൊന്നും എന്നെ ബാധിച്ചിട്ടില്ല. ദൈവം സഹായിച്ചിട്ട് എനിക്ക്, കാരണം കറക്റ്റ് ആയിട്ടുള്ള പ്രാക്ടീസ് ഉണ്ടായിരുന്നു. എൻ്റെ രാമചന്ദ്രൻ സാർ, വൈക്കം രാമചന്ദ്രൻ സാറിൻ്റെ അടുത്തായിരുന്നു ഞാൻ പഠിച്ചത്. അപ്പോൾ ഡെയിലി ഫുൾ കോമ്പറ്റീഷന്റെ ഭാഗമായിട്ടും അല്ലാണ്ട് ഫുൾ ടൈം പ്രാക്ടീസ് ഉണ്ട്. അതുകൊണ്ട് സംഗീതം വിട്ടുപോയിട്ടില്ല. പക്ഷെ ഞാൻ വീട്ടിൽ പോയിട്ട് ഇങ്ങനെ കരയും, അമ്മ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് അതെന്താന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ കരയുമ്പോൾ അതൊന്നും നീ നോക്കണ്ട, പിന്നെ പാട്ടിന് ശ്രദ്ധിച്ചാൽ മതി, നമ്മളില്ലേ അതൊന്നും നോക്കണ്ട എന്ന് പറഞ്ഞിട്ട് അവരെ സമാധാനിപ്പിക്കും. സ്കൂളിൽ പോവാൻ അതുകൊണ്ടൊരു മടിയുണ്ടായിരുന്നു. സ്കൂളില് ഓരോ ദിവസം എങ്ങനെയാ തീർക്കുക ഒരു സർവൈവൽ ആയിരുന്നു. രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4:30 വരെയുള്ള ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സ്കൂൾ യുവജനോത്സവം വേദികളൊക്കെ ഓർമ്മയിലുണ്ട്. ആ സമയത്ത് എന്താ അപ്പൊ നമ്മളൊന്ന് സ്റ്റാർ അല്ലേ? ആ സമയത്തും ഏറ്റവും കൂടുതൽ സന്തോഷം എന്ന് വെച്ചാൽ ക്ലാസ് പോണ്ടല്ലോ, ക്ലാസ് മിസ്സാകാലോ.
ഒരു റീസണും ഉണ്ട്. മാഷ് വന്ന് വിളിക്കും, നമ്മൾ കുട്ടികളെല്ലാരും ഫുൾ ടൈം അവിടെ ഉണ്ടാവുക, ക്ലാസ്സിൽ ഉണ്ടാവില്ല. അപ്പൊ ഞങ്ങൾക്ക് സെപ്പറേറ്റ് ക്ലാസ് ഒക്കെ ഉണ്ട്. അപ്പൊ യൂത്ത് ഫെസ്റ്റിവൽ വരാൻ വെയിറ്റ് ചെയ്യും എങ്ങനെയെങ്കിലും ക്ലാസ് കട്ട് ചെയ്യാൻ വേണ്ടിട്ട്. അങ്ങനെയുള്ള ഷെയർ MSc വരെ പഠിച്ചു അല്ലേ? അത് പഠിച്ചു. അത് ഇങ്ങനെ കുറെ കുത്തുവാക്കുകളുടെ ഒക്കെ ഭാഗമായിട്ടാണ് വേറെ സബ്ജക്ട് എടുത്ത് പഠിക്കാനുള്ള ഇടയായത്. അത് ഞാൻ ചോദിക്കാൻ വരികയായിരുന്നു. മ്യൂസിക് ഇത്രയായിട്ട് മ്യൂസിക് എടുക്കാതെ BScക്ക് പോണെങ്കിൽ അത് അത്ര ഹോണ്ട് ചെയ്തിട്ടുണ്ടാവും. അത്രയും ഹോണ്ട് ചെയ്തിട്ടുണ്ട്. അത് ആരും പറഞ്ഞിട്ടില്ല, ഞാൻ തന്നെ എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം പറയാം. ഇല്ല, അന്നൊക്കെ ഡിസിഷൻ എടുക്കാനുള്ള കഴിവുണ്ടോന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പറയാം എനിക്ക് മ്യൂസിക് പഠിക്കണ്ട, ഞാൻ വേറെ എന്തെങ്കിലും പഠിക്കൂ എന്ന്. അതിന് പ്രത്യേകിച്ച് ഒരു ഇൻസിഡന്റ് എന്തെങ്കിലും ഉണ്ടോ? അങ്ങനെ ഒരു തീരുമാനം എടുക്കുക ഓർമ്മയിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരുപാട് സ്റ്റുഡിയോസ് അല്ലാത്തതിന്റെ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നുണ്ടാവും. ഒരു ഇൻസിഡന്റോ അങ്ങനെ എന്തെങ്കിലും? ഞാൻ പറഞ്ഞല്ലോ, യൂത്ത് ഫെസ്റ്റിവലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ക്ലാസ് തരും. അപ്പോൾ ഒരു ടീച്ചർ എനിക്ക് ക്ലാസ് ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുകയാണ്. വേറൊരു ടീച്ചർ വന്നിട്ട് പറഞ്ഞു, ഇതൊന്നും പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ലടോ, എവിടെ എത്താൻ പോകുന്നില്ല, റൈറ്റ് ഇൻ ഫ്രണ്ട് ഓഫ് മൈ ഫേസ്. അല്ലെങ്കിൽ ഞാൻ അവിടെ ഉള്ളപ്പോൾ കുട്ടിയാണെങ്കിൽ ഞാൻ 14 വയസ്സ്. അപ്പോൾ നമ്മൾ ആ കുഞ്ഞു പ്രായത്തിലല്ലേ. അപ്പം അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ അന്ന് അതെനിക്ക് ഭയങ്കര, ഇപ്പോഴും ആലോചിക്കുമ്പോൾ അവരൊക്കെ ടീച്ചേഴ്സാണ്, അവരൊക്കെ വലിയ ആൾക്കാരാണ്, കുട്ടികളെ മുന്നിലിരുന്നിട്ട് ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ്. അങ്ങനെ പറയാം. അപ്പോൾ ഇപ്പൊ പോലും ഞാനൊരു കുട്ടീനോട് സംസാരിക്കുമ്പോൾ അവരൊരിക്കലും ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ, എനിക്ക് ഒരു കുട്ടീനെ അടിച്ചോ ചീത്ത പറഞ്ഞുകൊണ്ടോ എനിക്ക് ഒരു കാര്യം പറയാൻ പറ്റില്ല. കാരണം അതെനിക്ക് എന്നെ ഓർമ്മ വരും. അപ്പോൾ അതെപ്പോഴും അതിനി എല്ലാ കാലവും മനസ്സിലുണ്ടാവും. അതൊരു തരത്തിലൊരു ഇൻസ്പിറേഷൻ ആയി അല്ലേ? ഇൻസ്പിറേഷൻ. അന്നത് വിഷമമായെങ്കിലും പിന്നീട് അത്. അതെ, ഇപ്പൊ എനിക്കെന്ന് വെച്ചാൽ വേണമെങ്കിൽ 2 പ്രൊഫഷൻ എനിക്ക് ചൂസ് ചെയ്യാം. എന്തെങ്കിലും കാരണം വെച്ചാൽ മ്യൂസിക്കിനെ കൊണ്ട് നിലനിൽക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് സോഫ്റ്റ്വെയർ ഫീൽഡിലേക്ക് പോവാം. പക്ഷേ സോഫ്റ്റ്വെയറിന്റെ ഒരു കാര്യം എന്നോട് ചോദിക്കില്ലേ, എനിക്ക് ABCD അറിയില്ല. സോഫ്റ്റ്വെയറിന്റെ കാര്യമൊന്നുമില്ല. ഈ ആദ്യത്തെ ഒരു സ്റ്റേജ് ഓർമ്മയുണ്ടോ ശ്വേതയ്ക്ക്? ശ്വേത സ്വന്തമായിട്ട് കയറി ഒരു പാട്ട് പാടിയ ഒരു സ്റ്റേജ് ഓർമ്മയുണ്ടോ? ലോകനാർക്കാവില് നവമി നവരാത്രിന്റെ ടൈമില് നമുക്ക് മാമന്മാരെല്ലാരും പാട്ട് പാടും. അപ്പൊ അവര് ഭജൻസ് എല്ലാ വർഷവും ചെയ്യാറുണ്ടായിരുന്നു. അപ്പൊ ആ ടൈമിലാണ് ഞാനൊരു സ്റ്റേജിലായിട്ട് പോയിട്ട് പാടുന്നത്. ഏത് പ്രായം അത്? ശരി, വളരെ കുഞ്ഞാണ്. ഇച്ചിരിയല്ലോ എന്നുവെച്ചാ എന്താ പറയാ, ഒന്നില്ല. പാട്ട് ഓർമ്മയുണ്ടോ അതേതാന്നുള്ളത്? അപ്പോഴും അമ്മക്ക് എന്താ വെച്ചാ ടഫായിട്ടുള്ള പാട്ട് ഇങ്ങനെ പാടിക്കാനാണ് ഇഷ്ടം. ത്രയംബികേ സപ്തസ്വരാംബികേ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കുറെ ഉള്ള സാധനം. അപ്പൊ ഞാൻ ഇപ്പൊ ആലോചിക്കും, ആ പാട്ടൊക്കെ ഞാൻ അന്നേ പാടിയിട്ടുണ്ട്. 6 വയസ്സില് കുഞ്ഞു പ്രായത്തില് പാടും. പിന്നെ അത് കൂടാണ്ട് എല്ലാ ശനിയാഴ്ചയും എന്റെ അമ്മേന്റെ വീട്ടില് ഭജൻസ് ഉണ്ടാവും. അപ്പൊ സ്റ്റേജ് പ്രോഗ്രാം ആണ് ഈ ഒരു വയസ്സ് ചെയ്തത്. അല്ലാണ്ട് എനിക്ക് ഓർമ്മ വെക്കുന്ന സമയം കുഞ്ഞു പ്രായത്തിൽ തന്നെ ഈ മാതാമൃതാനന്ദമായി ഭജൻസ് നമ്മൾ ഫോളോ ചെയ്യുന്നതാണ്. അപ്പൊ കുറെ ഭജൻസ് അങ്ങനെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ ഓരോ ഭജൻസും അപ്പൊ കുഞ്ഞു പ്രായത്തിലേ പാടും. ഈ ഫസ്റ്റ് പാടി പാട്ട് ഇപ്പം ലോകനാർക്കാവിലും സ്റ്റേജിൽ പാടി പാട്ടൊന്ന് 2 വരി, അത് ചിത്ര ചേച്ചി പാടിയ ഒരു ഡിവോഷണൽ സോങ്. ത്രയംബികേ സപ്തസ്വരാംബികേ വിശ്വത്രയാംബികേ മമ മൂകാംബികേ നിറഞ്ഞു ഭക്തിയിൽ നിൻ വരദാനങ്ങൾ ഉണർന്നു. ഇതല്ല വരികൾ കേട്ടോ, തെറ്റ് പാടണ്ട. ഇതായിരുന്നു പാട്ട്. ഞാൻ ഇങ്ങനെ ആലോചിക്കണേ, 6 വയസ്സുകാരി ഇങ്ങനെ ഈ പാട്ട് കട്ടുകെട്ടിയായിട്ട് പാട്ട് പാടുന്നത് ഇങ്ങനെ വിഷ്വൽ ചെയ്യായിരുന്നു. അപ്പൊ അവിടുന്ന് മുന്നോട്ട് വരുമ്പോ നമ്മൾ ഗന്ധർവ സംഗീതത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയാം. അതില് ഇടയ്ക്ക് ഞാൻ മിസ് ചെയ്ത കാര്യങ്ങള്. അപ്പൊ ഭജൻ ഒരു 6-7 മണിക്ക് തുടങ്ങും. അപ്പൊ എല്ലാ ശനിയാഴ്ച പോകുന്ന ദിവസങ്ങളിൽ മിക്കവാറും ശനി ഞായർ സമയത്താണ് പോവുക. അപ്പൊ എന്റെ എല്ലാ കസിൻസും ഉണ്ട്. എന്റെ അമ്മമ്മക്ക് 9 മക്കളാണ്. അപ്പൊ 9 മക്കളിൽ 3 വെച്ച് കൂട്ടിയൊക്കെ എത്ര കുട്ടികളുണ്ടാവും? അതും 1-2 ആ വയസ്സിന്റെ വ്യത്യാസമേ ഉള്ളൂ. എല്ലാരും വീട്ടിലുണ്ടാവും, അത്രയും ആൾക്കാരുണ്ടാവും വീട്ടില്. അപ്പൊ ഞാൻ മാത്രം അവിടെ ഒറ്റയ്ക്ക് ഇരുന്ന് ഭജൻസ് പാടുന്നുണ്ടാവും. ഞാൻ പാടും, ഇവരെല്ലാരും ഇരുന്ന് ഇങ്ങനെ ഉള്ളിന്ന് കളിക്കുന്നുണ്ടാവും. ഞാനിതിങ്ങനെ കേട്ടോണ്ടാവും പാടുക. അവസാനം ഭജൻസ് ഒക്കെ കഴിഞ്ഞ് വേഗം ഹാളിലേക്ക് പോകുമ്പോ ആ ഒരു കുഞ്ഞു ഹാളാ, എല്ലാരും നിരത്തി കിടന്നുറങ്ങുന്നുണ്ടാവും. നമ്മുടെ ബാല്യോടെ തകർന്നു വീണു. അങ്ങനെ കുറെ കളിക്കാനുള്ള അവസരങ്ങൾ ഈ പാട്ട് കൊണ്ട് എനിക്ക് നഷ്ടമായിട്ടുണ്ട്. അന്നത് ഭയങ്കര വിഷമായിരിക്കും അല്ലേ ആ സമയത്ത്?
ഭയങ്കര വിഷമായിരുന്നു. പിന്നെ ശീലായി. ഓക്കെ, കിട്ടാൻ പോകുന്നില്ല. പക്ഷെ വീട്ടില് അല്ലെങ്കിൽ കുടുംബത്തിൽ ഒരു പ്രധാന പരിപാടി വരുമ്പോ അവിടുത്തെ സ്റ്റാർ അല്ലേ ശ്വേത? അങ്ങനെ പാട്ട് എപ്പോഴും പാട്ട് പഠിക്കും, എന്തുണ്ടെങ്കിലും പാട്ടുണ്ടാവും. അതാണ്, പാട്ട് കൂടെ തന്നെ ഉണ്ടായിരുന്നു. കൂടെ തന്നെ ഉണ്ടാവും. അത് കഴിഞ്ഞൊരു ഗന്ധർവ സംഗീതം അല്ലെ, എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലെ വൺ ഓഫ് ദ ആദ്യത്തെ റിയാലിറ്റി ഷോസിൽ ഒന്നായിരുന്നു തോന്നുന്നു. ഗന്ധർവ സംഗീതത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു? അത് പിന്നെ അച്ഛനും അമ്മയും ഈ പ്രോഗ്രാംസ് ഇങ്ങനെ കാണുമ്പോൾ എൻ്റെ പ്രായത്തിലുള്ള കുറെ കുട്ടികൾ ഇങ്ങനെ പാടുന്നു നോക്കി, ഇത് എങ്ങനെയെങ്കിലും ഒന്ന് പോകാൻ പറ്റണം എന്നുള്ള രീതിയിൽ ഇതൊന്ന് ആ സമയത്ത് കാസറ്റിലോ CD-യിലോ എങ്ങാനാണ് പാട്ട് റെക്കോർഡ് ചെയ്ത് കൊടുക്കുക. അപ്പോ ദാസാറിനെ കാണണം, അങ്ങനെയൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് കാണണം, ഒന്ന് പാടണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളായിരുന്നു എന്നേക്കാൾ എൻ്റെ അച്ഛനും അമ്മയ്ക്കും. എനിക്ക് 13 വയസ്സ്. അപ്പോ ഇത് നമ്പർ കിട്ടിയപ്പോ വിളിച്ചു ചോദിച്ചു, ഓഡീഷൻസ് ഉണ്ട് കോഴിക്കോട്. അപ്പൊ കോഴിക്കോട് ആവുമ്പോ കുഴപ്പമൊന്നുമില്ല. അപ്പൊ നമുക്ക് അങ്ങനെ ഒരുപാട് ദൂരങ്ങളിൽ പോയിട്ടുള്ള പരിചയമില്ലാണ്ടിരിക്കുമ്പോ അയ്യോ എങ്ങനെയാ എന്തെന്നാ സ്ഥലം എന്നുള്ളതൊക്കെ അച്ഛനും അവർക്ക് കുറച്ച് അങ്ങനത്തെ ടെൻഷൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ ആലോചിച്ച് പോണോ വേണ്ടയോ എന്നുള്ള. പക്ഷെ എന്നാലും എന്തൊക്കെ ആലോചിച്ചിട്ട് പോയി. ഓഡിഷന് പോയപ്പോ അതിൽ നിന്ന് സെലക്ഷൻ കിട്ടി. പക്ഷെ ഞാൻ ആ ഗന്ധർവ സംഗീതം ഒരുപാട് മുന്നോട്ടേക്ക് പോയില്ല. മാത്രല്ല എനിക്ക് ദാസാറിനെ കാണാനുള്ള അവസരം ഇതുവരെയായിട്ടും ഉണ്ടായിട്ടില്ല. ഗന്ധർവ സംഗീതത്തിലും പറ്റിയിട്ടില്ല. അതെ, അപ്പൊ എപ്പോഴെങ്കിലും കാണാൻ പറ്റുമെന്ന് വിചാരിക്കും. അപ്പോ അതൊരു 5 റൗണ്ട് വരെ പോയിട്ടുള്ളൂ. പിന്നെ 10ാം ക്ലാസ് ആയതുകൊണ്ട് എലിമിനേറ്റ് ആയത്. ഇൻ ദ സെൻസ് എനിക്ക് കുറച്ചും കൂടെ പഠിക്കാനുള്ള ഒരു, അല്ലെങ്കിൽ ഒന്നും കിട്ടില്ല, 10ാം ക്ലാസ് തോക്കാണ്ട് പാസ്സാവാനുള്ളൊരു വഴിയായിട്ട് ഞാൻ കണ്ടു അതിന്. ഈ ഗന്ധർവ സംഗീതത്തിലെ എന്തെങ്കിലും പേഴ്സണൽ ഫേവറേറ്റ് മെമ്മറീസ് എന്തെങ്കിലും ഉണ്ടോ? കുഞ്ഞു പ്രായമാണ്, ആദ്യമായിട്ട് കണ്ട ഒരു സിംഗർ, അങ്ങനെ എന്തെങ്കിലും? സിംഗേഴ്സ് എന്ന് പറയുമ്പോ എനിക്ക് എപ്പോ ഓർമ്മിക്കാനുള്ളത് ശ്രീനിവാസ് സാറിന്റെ ജഡ്ജായിരുന്നു. അപ്പൊ ശ്രീനിവാസ് സാർ എന്നെ ഇപ്പോഴും ഗന്ധർവ സംഗീതത്തിൽ ഞാൻ പാടിയിട്ടുള്ള ഒരു കുട്ടി എന്നുള്ള രീതിയിലാണ് സാർ ഇപ്പോഴും ഓർമ്മിച്ചത്. പി ശ്വേത. ഞാൻ അന്ന് എന്റെ റെക്കോർഡിക്കൽ നെയിം ശ്വേത PP എന്നാണ്. അതിനുശേഷമാണ് അച്ഛന്റെ പേര് ഞാൻ ചേർത്തത്. അപ്പൊ പി ശ്വേത എന്നുള്ളത് പി ശ്വേത എന്ന് ചോദിക്കാതെ ഇപ്പോഴും, അതായത് കുറച്ചൊരു 2-3 മാസം മുമ്പേ സാറിന് എനിക്ക് കാണാനുള്ള ഇടയായി. അപ്പൊ ഒരു കോണ്ടാക്ട് ഒന്നും ഇല്ല, നേരിട്ട് കണ്ടത്. അയ്യോ പി ശ്വേത. അന്ന് കുറച്ച് പാട്ടുകൾ പാടിയതിൽ അവര് കുറെ നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെ അതെ അതെ, ഭയങ്കര എക്സ്പ്രസീവ് ആണ് സാർ. അപ്പൊ അതിനുശേഷം വാട്സാപ്പിലൊക്കെ നമ്പറൊക്കെ വാങ്ങിയപ്പോ അത്യാവശ്യം കോണ്ടാക്റ്റിലൊക്കെ ഉണ്ട്. അത് വേറൊരു സംഭവത്തിലേക്ക് ലീഡ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ പറയാനാണ്. സോനു നിഗം സാറിനെ കാണാനിടയായത് ശ്രീനിവാസ് സാർ വഴിയാണ്. ഞാനത് ചോദിക്കാൻ വരികയായിരുന്നു. ഞാൻ ആ റീല് കണ്ടിരുന്നു. അപ്പൊ എന്തായിരുന്നു ശരിക്കും സോനു സാറിനെ കാണാനുള്ള ഇൻസിഡന്റ്? ഇതിനൊക്കെ കാരണമായത് സൂന എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ട്. ആ ഒരു 3 സാധനം ഭയങ്കര ടഫായിട്ടുള്ളൊരു പാട്ടാണ് സോനു നിഗം സാറിന്റെ. അപ്പോ എനിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ചലഞ്ചിങ് ആയിട്ടുള്ള സാധനങ്ങൾ പാടാൻ പറ്റിയിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം, ഒരു ഉറക്കം കിട്ടൂല. അത് കിട്ടുന്നത് വരെ ഒരു സമാധാനം. അപ്പൊ അങ്ങനെ ഒരു സ്വഭാവം എനിക്കുണ്ട്. അതുകൊണ്ട് ഭാവം അതിനേക്കാൾ ഫോക്കസ് എനിക്ക് ഇങ്ങനത്തെ സാധനം. ഓക്കെ, അത് ഞാനിങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ പാടിയിടുന്നു. അപ്പൊ അതിനിങ്ങനെ വ്യൂസ് ഇങ്ങനെ കൂടും. ഇങ്ങനെ ചലഞ്ചിങ് ആയിട്ടുള്ള സാധനത്തിനാണ് എന്റെ ഇൻസ്റ്റാഗ്രാമിൽ കുറെ വ്യൂസ്. പിന്നെ കിച്ചണിൽ കുക്ക് ചെയ്തോണ്ട് ഇഷ്ടംപോലെ വ്യൂസ് ഉണ്ട്. അപ്പൊ അങ്ങനെ ഒരു ട്രെൻഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പൊ ഈ പാട്ട് ശ്രീനിവാസ് സാർ കാണാനിടയായി. അപ്പൊ ശ്രീനിവാസ് സാർ സോനു നിഗം സാറിന് അയച്ചു കൊടുത്തു. അപ്പൊ സാർ അത് കണ്ടിട്ട് എനിക്ക് കമന്റ് ഇട്ടു ഇൻസ്റ്റാഗ്രാമില്. അപ്പൊ ഞാനത് ആക്ച്വലി അന്ന് എനിക്ക് ദുബായിലോ മറ്റോ പ്രോഗ്രാം ഉണ്ടായിട്ട് നമുക്ക് ടൈം ഉണ്ടാവില്ല, ഫ്ലൈറ്റിലാവുമ്പോ ഇത് കാണാൻ പറ്റില്ലല്ലോ, വൈഫൈ ഒന്നും ഇല്ലല്ലോ. അപ്പൊ ഞാൻ നാട്ടിലെത്തി നോക്കുമ്പോ ഒരു ചാറ്റ്, ചേച്ചി സോനു നിഗം സാർ കമന്റ് ചെയ്തിട്ടുണ്ട്. ഓടിപ്പോയി നോക്കുമ്പോൾ സോനു സാറിന്റെ കമന്റ്. എനിക്ക് കുറച്ച് സമയത്തേക്ക് എന്താ പറയണ്ടേ, എന്താ ചെയ്യണ്ടെന്നുള്ളൊരു രൂപം കിട്ടുന്നില്ല. കാരണം എന്താ പറയുന്നേ, നമ്മളൊക്കെ സ്വപ്നം കാണുന്ന, നമ്മള് ഡെയിലി കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദത്തിലുള്ള വർഷമായിട്ട് നമ്മുടെ കൂടെ ഉള്ള ഒരാള് അല്ലേ, നമ്മൾ കാണാത്ത. അതെ, അതും ഒരു ചെറിയ ഗായിക. ഞാനൊക്കെ എന്താ വളർന്നു വരുന്ന, എനിക്ക് ഇപ്പോഴും മ്യൂസിക്കിൽ ഞാൻ ഒരിക്കലും കംപ്ലീറ്റ് ഇല്ല. എപ്പോഴും കുഞ്ഞു കുട്ടിയാണ് ഞാൻ മ്യൂസിക്, വെൻ ഇറ്റ് കംസ് ടു മ്യൂസിക്. അപ്പൊ അങ്ങനെ
ഞാൻ പാടിയ ഒരു പാട്ടിൽ സാറ് വന്ന് കമന്റ് ചെയ്തു എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് എന്താ പറയാ, ഞാൻ ഈ ചെയ്യുന്ന ഈ ഹാർഡ് വർക്കിനൊക്കെ എന്തോ ഒരു ഫലം എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര ബൂസ്റ്റായി, ഭയങ്കര സന്തോഷമായി. അപ്പൊ അതിൽ പറയുന്നുണ്ട്, ശ്രീനിവാസ് ഭായ് എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നു ഈ പാട്ട്, അങ്ങനെയാണ് കണ്ടതെന്ന്. നേരെ സാറിന്റെ അടുത്ത് പോയി. അപ്പൊ സാർ എനിക്ക് അവരെ പേഴ്സണൽ ചാറ്റും ഒക്കെ പറഞ്ഞു തന്നു ഇങ്ങനെയായിരുന്നു സംഭവം ഉണ്ടായിരുന്നതെന്ന്. അതിനുശേഷം സോനു സാർ എൻ്റെ പല പാട്ടുകളും ഇങ്ങനെ ചാലഞ്ചിങ് ആയിട്ടുള്ള കുറെ സോങ്സ് ഒക്കെ ലൈക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. സാർ ഇപ്പൊ അടുത്ത് ആഡ്ലെക്സിൽ വരുന്നുള്ള ഒരു ഇത് കണ്ടപ്പോ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ എനിക്ക് പേടിയുണ്ട്, ബുദ്ധിമുട്ടിക്കാന്ന് എനിക്ക് ഇഷ്ടമല്ല. അപ്പൊ ഞാൻ വെറുതെ ചോദിച്ചതല്ല, വെൽക്കം ടു അവർ സിറ്റി എന്ന് പറഞ്ഞു. സാർ പറഞ്ഞു യെസ്. ഫോളോ ചെയ്തിരുന്നോ? അപ്പൊ സാർ ഫോളോ ചെയ്തു. അത് വിട്ടത് പറയാൻ. അപ്പൊ സോന കണ്ടു, വേറെ ഒരു പാട്ട് അതിനും കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്നൊരു ദിവസം സോനു നിഗം സ്റ്റാർട്ടഡ് ഫോളോയിങ് യു എന്ന് ഇൻസ്റ്റഗ്രാമില്. ഞാൻ അന്ന് സന്തോഷിച്ചിട്ട് ഇത് തുള്ളിച്ചാടി ഒരു വഴിയായി. വടേര ഒരു ഗ്രാമത്തിലുള്ള ഒരു 6 വയസ്സുകാരി അല്ലെ 5 വയസ്സുകാരിനെ അല്ലെ ഒരു ഇന്ത്യൻ സിനിമയിലെ ഒരു ലെജൻഡ്. അതെ, അപ്പൊ ഫോളോ ചെയ്യുകയാണ്. വളരെ ഭയങ്കര സിനിമാറ്റിക് മൊമെന്റ് ആണ്. സിനിമാറ്റിക് മൊമെന്റ്. ആ സമയത്ത് ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, എന്റെ കൂടെ വേറെ ആരും ഉണ്ടായിരുന്നില്ല. ഫോളോ ചെയ്തിട്ടുണ്ട് എല്ലാരെയും വിളിച്ച്. പിന്നെ വീട്ടില് ഭയങ്കര സന്തോഷായി. പിന്നെ കണ്ട മൊമെന്റ് അതിലേക്ക് നമ്മൾ. അപ്പൊ അതിനുശേഷം ഇങ്ങനെ ലൈക്ക് ചെയ്തു. ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചിട്ട് പിന്നെ സാറ് പറഞ്ഞു ഓക്കെ പ്ലാനിങ്സ് നടന്നുകൊണ്ടിരിക്കുന്നേ. അപ്പൊ ഞാൻ ചോദിച്ചു, സാർ എനിക്ക് കാണാൻ പറ്റുമോ, എനിക്ക് സാറിന് വെയിറ്റ് ചെയ്യണമെന്നുണ്ട്, ഒരു മ്യൂസിഷ്യൻ എന്നുള്ള ഏറ്റവും വലിയൊരു ഒരു ഓണർ ആയിരിക്കും എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞപ്പോ എന്താ കാണാലോ എന്ന് പറഞ്ഞിട്ട് എന്റെ നമ്പർ തന്നു. പിന്നെ ഷോന്റെ ടൈമില് അതായത് നമ്പർ തന്നു, ഞാൻ പറഞ്ഞുതരാം. അവരൊരു നമ്പർ തന്നു. അപ്പൊ നമ്പർ തന്നിട്ട് പിന്നെ ഞാൻ വിചാരിച്ചു അവരുടെ അസിസ്റ്റന്റ് അവരുടെ. അപ്പൊ ഞാൻ സോനു സാറാണ് നമ്പർ തന്നത്. പിന്നെ ഇത് കാണണമെന്നുണ്ട്, അപ്പോൾ നിങ്ങൾ വഴി സംസാരിച്ചാൽ മതി എന്നുള്ള രീതിയിൽ പറഞ്ഞു. അപ്പോൾ ശ്വേത, ദിസ് ഇസ് സോനു നിഗം. അവിടെയും സന്തോഷത്തിന്റെ തിരമാലകളിൽ ഒഴുകി ഞാൻ മാനേജർ ആയിരിക്കും ചോദിച്ചു. പക്ഷെ സോനു സാറിന്റെ നമ്പറായിരുന്നു. എന്നിട്ട് പ്രോഗ്രാമിനോട് അടുപ്പിച്ചിട്ട് ഞാൻ സാറിനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അവരുടെ കൂടെയുള്ള ആളെ നമ്പർ തന്നു. പിന്നെ അങ്ങോട്ടെല്ലാം സ്മൂത്ത് ആയിരുന്നു. അപ്പൊ മുതൽ ഞാൻ പ്രിപ്പറേഷൻ ആണ്, എന്ത് ഡ്രസ്സ് ഇടണം, പാട്ട് പാടേണ്ടി വരുമോ, എന്ത് ചെയ്യണം എന്നൊക്കെ. അപ്പൊ എന്റെ ഫ്രണ്ടിനോട് പറഞ്ഞു, എടാ നീ ഫോണും എടുത്തിട്ട് എന്റെ കൂടെ വരണം, എന്നിട്ട് ഞാൻ ആ മൊമെന്റ് എനിക്ക് റെക്കോർഡ് ചെയ്ത് തരണം എന്നുള്ള രീതിയിൽ ബാക്ക് സ്റ്റേജിൽ എത്തി. അപ്പൊ സാർ എത്തിയിട്ടില്ല. വേറെ വഴി കൂടെ വന്ന് ഉള്ളിൽ കയറി അവിടെ ശ്വേത കണ്ടപ്പോ തന്നെ ആള് വേഗം മനസ്സിലായി. അപ്പൊ ഞാൻ അയ്യോ, എനിക്ക് അത് ഇപ്പോഴും പറയുമ്പോ ഞാൻ ആ എക്സൈറ്റ്മെന്റ് ഒന്ന് പുറത്ത് വന്നിട്ടില്ല. കാണുമ്പോഴേ നമുക്ക് നമ്മൾ എത്ര പാട്ടുകൾ കേട്ടിരിക്കുന്നു, എവിടെ ഉള്ള ആൾക്കാരാ. അതും എനിക്കത് എങ്ങനെ പറയണം, എനിക്ക് എന്റെ ഭയങ്കര ഭാഗ്യമായിട്ട് ഞാൻ എപ്പോഴും ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വെക്കുന്ന ഒരു കാര്യം. ശ്വേത പറയുമ്പോ ശ്വേതന്റെ മുഖത്ത പരിപാടി ഉണ്ട്. ആ വീഡിയോ കാണുമ്പോൾ നമുക്കൊക്കെ ഉണ്ട്. സോനു സാറിന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പാട്ട് പറഞ്ഞു. എല്ലാം പ്രിയപ്പെട്ടായിരിക്കും സാറിന്റെ. എനിക്ക് किस्मत से तुम हमको मिले हो, कैसे छोड़ेंगे ये हाथ हम ना छोड़ेंगे. ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഓക്കെ, നമ്മൾ ഇനി ഇപ്പോൾ ഒരു സെഗ്മെന്റിലേക്ക് പോവാണ്. ഹാപ്പിനെസ്, ഭയങ്കര സന്തോഷം വരുമ്പോ ഹാപ്പിനെസ് വരുമ്പോ ഞാൻ ഇംഗ്ലീഷ് സോങ്സ് കേൾക്കും. അറിയാതെ ഇംഗ്ലീഷ് കയറി വന്നു. I found a love for me, darling, just dive right in, follow my lead. I found a girl, beautiful and sweet. I never knew you were the someone waiting for me. We were just kids when we fell in love, not knowing what it was. I will not give you up this time. Wow. ഭയങ്കര റൊമാൻസ് വരുമ്പോ കേൾക്കുന്ന ഒരു പാട്ട് അതായിരിക്കും. പ്രിയനേ
പ്രിയനേ ഓ ഈ വരികൾ നീ വായിക്കാനായി എഴുതുന്നതാണേ. ഈ പാട്ടാണ്. ഞാനിങ്ങനെ മെൽറ്റ് ആവണു. നമ്മളെ ലൈഫിൽ ഈ ലോസ്റ്റ് ആവുന്ന മൊമെന്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, ഭയങ്കര ഇങ്ങനെ തകർന്നിരിക്കുന്ന മൊമെന്റിലൊക്കെ ശ്വേതയുടെ മനസ്സിൽ വരുന്ന ഒരു പാട്ട് ഏതായിരിക്കും? ഹൃദയത്തിൻ മധുപാത്രം. ഹൃദയത്തിൻ മധുപാത്രം നിറയുന്നു സഖിനീൻ ഋതുദേവതയായ അരികിൽ നിൽക്കെ, നീ എന്നരികിൽ നിൽക്കേ. പക്ഷെ ഈ ഇങ്ങനെ പറയുന്ന സമയത്ത് എന്നെ കൂടുതൽ എൻ്റെ മൈൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന പാട്ടുകൾ എന്ന് പറയുന്നത് ട്യൂണാണ് പാട്ടിന്റെ. ഞാൻ അത് ആക്ച്വലി മ്യൂസിഷ്യൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയാൻ പാടുള്ളതല്ല, പക്ഷെ എന്നാലും ട്യൂണാണ് എന്നെ കുറച്ചും കൂടെ എന്നെ ഹാപ്പി ആക്കുക. ചില ആൾക്കാർ വരികൾ ശ്രദ്ധിച്ചുകൊണ്ട്, ഞാൻ വരികൾ ശ്രദ്ധിച്ച് ആ പാട്ടിന്റെ ബ്യൂട്ടി മനസ്സിലാക്കാൻ കുറച്ച് വർഷങ്ങളായിട്ടേ തുടങ്ങിയിട്ടുള്ളൂ. അതിന്റെ മുന്നേ ട്യൂണാണ് എനിക്ക് ഏറ്റവും പെട്ടെന്ന് എന്നെ സ്വാധീനിക്കാൻ. എനിക്ക് തോന്നുന്നു ഈ മ്യൂസിക്കിനെ കുറിച്ച് അധികം അറിയില്ലാത്ത ആൾക്കാരൊക്കെ പെട്ടെന്ന് അട്രാക്ട് ആവുന്ന ചിലപ്പോൾ ട്യൂണിലായിരിക്കും. അതുകൊണ്ട് ഭാഷ ഭേദമന്യേ എല്ലാ പാട്ടുകളും എനിക്ക് ഇഷ്ടപ്പെടും. ഇപ്പൊ മറാഠിയുള്ള പാട്ടൊക്കെ ഇവിടെ നിന്ന് ആർക്കും അറിയില്ലായിരിക്കും. ഓ കുമലകായാക്കി മോഹമായ പുന്നവ ചാന്ദനാലേ, അതൊരു മറാഠി സോങ്ങാ, അതിഷ്ടാണ്. അങ്ങനെ കൊറേ പാട്ടുകൾ. ആ പാട്ട് കേട്ടിട്ടുണ്ടോ? അവിടെ അങ്ങനത്തെ കൊറേ പാട്ടുകളുണ്ട് എനിക്ക് ഇഷ്ടം. ഈ മോട്ടിവേഷൻ വേണ്ട സമയത്ത് കേൾക്കുന്ന പാട്ട് ഏതായിരിക്കും, അല്ലെങ്കിൽ പാടുന്ന പാട്ട്? മോട്ടിവേഷൻ വേണ്ട സമയത്ത് ഞാൻ കച്ചേരികൾ ഇരുന്ന് കേൾക്കും. കച്ചേരികൾ, രഞ്ജിനി ഗായത്രി അവരുടെ കച്ചേരി, പിന്നെ TM കൃഷ്ണ, അവരൊക്കെ കച്ചേരി ഇരുന്ന് കേൾക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മോട്ടിവേറ്റഡ് ആവുക ഇൻ ദ സെൻസ്, എനിക്ക് പ്രാക്ടീസോ അങ്ങനെ എന്തെങ്കിലും മടിയോ മറ്റതോ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയൊക്കെ കേൾക്കുന്ന സമയത്ത് ഓക്കെ, ഇതാണ് എനിക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ട പാർട്ട്. അപ്പൊ അതെടുത്ത് ഫോക്കസ് ചെയ്യണം എന്ന് പറയുമ്പോൾ അവരെ പാട്ട് കേൾക്കുമല്ലോ, അവരെന്തൊക്കെയല്ലേ പാടുക, അപ്പൊ അതൊക്കെ പാടണം എന്നുള്ളൊരു തോട്ട് കേൾക്കും, ഇരുന്ന് പാടും. ഇതാണ് എന്നെ മോട്ടിവേറ്റഡ് ആക്കുക. നമ്മുടെ ഒരു ഫ്രണ്ട്സ് ഗ്യാങ് ഉണ്ടാവുമല്ലോ, അതില് ഇപ്പം ശ്വേതയുടെ ഒരു മാസ്റ്റർ പീസ് ഐറ്റം ഒരു പാട്ടുണ്ടെങ്കിൽ ഏതായിരിക്കും, അല്ലെങ്കിൽ കൂടുതൽ സജഷൻസ് കിട്ടുന്ന ഒരു പാട്ട്? അത് മന്ത്രമില്ലാതെ മായകളെ, ഞാൻ മൂവിയിൽ പാട്ട്. അതാണ് കുറെ കൂടെ ഇങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്യുന്നത്. മിന്നൽ മുരളിയിലുള്ള മന്ത്രമില്ലാതെ മായകളില്ലാതെ ഇന്ദ്രലോകത്ത് ചെന്നത് പോലാണ്. വേറൊരു പാട്ടും കൂടെ ചോദിക്കും. എന്റെ ബ്രദർ ഭയങ്കര നല്ല ഒരാളാണ്. പിന്നെ ശ്വേതന്റെ വൈബും എന്റെ ബ്രദറിന്റെ വൈബും നല്ലോണം മാച്ച് ആവും. യു വിൽ ബി എ ഗുഡ് ഫ്രണ്ട് ടു മൈ ബ്രദർ. അല്ലല്ല, കല്യാണം എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഞാനിങ്ങനെ ആലോചിക്കും, എന്റെ ഇന്റൻഷൻ വേറെയാണ് പാട്ട് പാടുക എന്നുള്ളത്, പക്ഷെ അത് ഏതൊക്കെ രീതിയിൽ ആൾക്കാർ എടുക്കുന്നുണ്ട് എന്നുള്ളത് മനസ്സിലായി. മന്ദാരം